സുഹൃത്തുക്കളെ, എക്സൽ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പൂർണ്ണമായും ആദ്യം മുതൽ തുടങ്ങുകയാണ്. നിങ്ങൾ ഇതുവരെ എക്സൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും കൂടി വളരെ ഈസിയായി ഈ ചാനലിലൂടെ എക്സൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ എക്സൽ ഇൻ്റർഫേസ് എങ്ങനെ കാണപ്പെടുന്നു, സെൽ അഡ്രസ്, റേഞ്ച് നെയിംസ്, നെയിം ബോക്സ്, ഫോർമുല ബാർ, എക്സൽ വർക്ക്ഷീറ്റ്സ്, എക്സൽ വർക്ക് ബുക്ക് എന്നിവ വിശദീകരിക്കുന്നതാണ്. എക്സൽ തുറക്കുന്നതിനായി വിൻഡോസ് ടാസ്ക് ബാറിലെ സെർച്ച് ബോക്സ് ക്ലിക്ക് ചെയ്ത് എക്സൽ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ അമർത്തുക. മൈക്രോസോഫ്റ്റ് ഓഫീസ് 2021 എക്സൽ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ കാണുന്ന ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്നതാണ് എക്സൽ ഇൻ്റർഫേസ്. ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായി കാണുന്ന ഭാഗമാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ നമുക്ക് ഏറ്റവും വേഗത്തിൽ കിട്ടേണ്ട കമാൻഡുകളുടെ ബട്ടണാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിന് താഴെ കാണുന്ന ഈ ഭാഗത്തിനാണ് നമ്മൾ റിബൺ എന്ന് പറയുന്നത്. ഇത്രയും ഭാഗം റിബണുകളാണ്. ഈ റിബണുകളിലാണ് നമുക്ക് ആവശ്യമായ കമാൻഡുകളൊക്കെ അടങ്ങിയിട്ടുള്ളത്. റിബണുകളെ ഹോം, ഇൻസേർട്ട്, ഡ്രോ എന്നിങ്ങനെ ടാബുകളാക്കി തിരിച്ചിരിക്കുകയാണ്. ഈ ടാബുകൾക്കുള്ളിൽ അലൈൻമെന്റ്, നമ്പർ, സെല്ല്, എഡിറ്റിംഗ്, ഫോണ്ട് എന്നിങ്ങനെ ഗ്രൂപ്പുകളാക്കി തിരിച്ചിരിക്കുന്നു. ഈ ഗ്രൂപ്പുകൾക്കകത്താണ് നമുക്ക് ആവശ്യമായ കമാൻഡുകൾ അടങ്ങിയിട്ടുള്ളത്. ഓരോ കമാൻഡിൻ്റെയും വിവിധ ഉപയോഗങ്ങൾ നമ്മൾ പിന്നീട് വിശദീകരിക്കുന്നതാണ്. ഇൻസേർട്ട്, ഡിലീറ്റ്, ഫോർമാറ്റ് ഒക്കെ പ്രധാനപ്പെട്ട കമാൻഡുകളാണ്. അതിന് തൊട്ട് താഴെ കാണുന്നതാണ് നെയിം ബോക്സ്. അതിന് തൊട്ടടുത്തായി ഫോർമുല ബാർ കാണപ്പെടുന്നു. നെയിം ബോക്സിൻ്റെയും ഫോർമുല ബാറിൻ്റെയും ഉപയോഗം വഴിയെ നമ്മൾ വിശദീകരിക്കുന്നതാണ്. ഇവിടെയാണ് എക്സലിൻ്റെ വർക്കിംഗ് ഏരിയ. ഇതിനെ ABCD എന്നിങ്ങനെയുള്ള കോളങ്ങളായും 1 2 3 4 5 6 എന്നിങ്ങനെ നമ്പറുകൾ അടങ്ങിയിട്ടുള്ള റോകളായും തിരിച്ചിരിക്കുന്നു. റോകളുടെയും കോളങ്ങളുടെയും ഇന്റർസെക്ഷനാണ് സെൽ എന്ന് പറയുന്നത്. ഇവിടെ ഒരു സെല്ല് നമുക്ക് സെലക്ട് ചെയ്തു. ഇവിടെ ഓരോ സെല്ലുകളുണ്ട്. ഒരു സെല്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലിനെ നമുക്ക് അറിയുന്നതിന് വേണ്ടി അതിനൊരു പ്രത്യേക സെൽ അഡ്രസ് ഉണ്ടായിരിക്കും. ഇവിടെ ഈ സെല്ലിൻ്റെ സെൽ അഡ്രസ് നമുക്ക് അതിൻ്റെ കോളത്തിൻ്റെയും റോയുടെയും, ഈ സെല്ല് D എന്ന കോളത്തിൽ പെടുന്നു, 5ാമത്തെ റോ പെടുന്നു. അപ്പോൾ റോ നമ്പർ 5 ആണ്. ഈ സെൽ അഡ്രസ് അതുകൊണ്ട് തന്നെ D5 എന്ന് പറയാം. ഇതിൻ്റെ സെൽ അഡ്രസ് D5 ആണ്. ഇങ്ങനെ ഓരോ സെല്ലിനും നമുക്ക് പ്രത്യേക അഡ്രസ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ D5 എന്ന അഡ്രസ് ഇവിടെ കാണുന്ന നെയിം ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മൾ ഇവിടെ D5 എന്ന് കാണിക്കുന്നു, ഇവിടെ A1 എന്ന് കാണിക്കുന്നു. 1ാമത്തെ സെല്ല് 1ാമത്തെ കോളത്തിൽ 1ാമത്തെ റോയിലാണ് അതുള്ളത്. ഇനി ഒന്നിൽ കൂടുതൽ സെല്ലുകൾ നമ്മൾ സെലക്ട് ചെയ്താൽ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? ഒരു സെല്ല് ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എവിടെയാണോ അവിടെ വെച്ചത് റിലീസ് ചെയ്യുക. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് എന്ന് പറയുന്നു. ഇങ്ങനെ സെലക്ട് ചെയ്തതിനെ നമ്മൾ റേഞ്ച് എന്നാണ് പറയുക. റേഞ്ച്. അപ്പോൾ ഇതൊരു റേഞ്ചാണ്, ഇത് മറ്റൊരു റേഞ്ചാണ്. ഒന്നിൽ കൂടുതൽ സെല്ലുകൾ അടങ്ങിയിട്ടുള്ള മറ്റൊരു റേഞ്ചാണ്. ഈ റേഞ്ചിനൊക്കെ നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി ഓരോ പേര് കൊടുക്കാൻ പറ്റും. നമ്മളൊരു റേഞ്ച് സെലക്ട് ചെയ്തു, നെയിം ബോക്സിൽ പോകുന്നു,
ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ബട്ടണാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടി വരുമ്പോൾ പ്രത്യേകം നമ്മൾ പറയുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ABC എന്ന് കൊടുക്കാം. എൻ്റർ കീ അമർത്തുക. അപ്പോൾ ഈ റേഞ്ചിൻ്റെ പേര് ABC എന്നായി. ഇനി നമ്മളിവിടെ മറ്റൊരു റേഞ്ച് സെലക്ട് ചെയ്തു. നെയിം ബോക്സ് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമ്മൾ CDE എന്ന് കൊടുത്തു. എൻ്റർ അമർത്തി ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നമ്മളിവിടെ കുറേ റോസ് ആൻഡ് കോളംസ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ സ്കോർ എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. എൻ്റർ കീ അമർത്തി. ഇങ്ങനെ കൊടുത്തിട്ടുള്ള റേഞ്ചുകളെ നമുക്കിവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിലൂടെ കാണാൻ പറ്റും. ഇപ്പോൾ ABC ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത റേഞ്ച് ഇവിടെ കാണിക്കും. CD ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ റേഞ്ച് കാണിക്കും. സ്കോർ അതിൻ്റെ റേഞ്ച് ഇവിടെ കാണിക്കും. ഇനി നമ്മൾ കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് ഇങ്ങനെ കൊടുത്ത റേഞ്ചിൽ വല്ല മാറ്റവും വരുത്തണമെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ടാബിൽ ഫോർമുല ടാബിൽ ക്ലിക്ക് ചെയ്ത് നെയിം മാനേജർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നെയിം മാനേജർ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരുന്നു. ആ ഡയലോഗ് ബോക്സിൽ മേലെ 3 ബട്ടൺ കാണാം. ഒന്നാമത്തെ ബട്ടൺ ന്യൂ എന്നാണ്. പുതുതായി നമുക്ക് ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക. റേഞ്ചിന് നമുക്കൊരു പേര് കൊടുക്കുക. യുണീക്ക് നെയിം ആയിരിക്കണം. നമ്മൾ XYZ എന്ന് കൊടുത്തു. ഇനി ഏതാണ് റേഞ്ച് അഡ്രസ് കാണിക്കണം. നമ്മൾ ഇവിടെ എങ്ങനെ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വലിച്ച് റിലീസ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ OK കൊടുക്കുന്നതോടുകൂടി ആ റേഞ്ചും ഇവിടെ ആഡ് ചെയ്തു. ഇനി നമുക്ക് ABC എന്നതിനെ ഒന്ന് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ബട്ടൺ അത് സെലക്ട് ചെയ്ത് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഗ്രേഡ് എന്ന് അതിനെ റീനെയിം ചെയ്തു. ഇനി നമുക്കത് മാറ്റി കൊടുക്കണമെങ്കിൽ അത് ഇവിടെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ മാറ്റി സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ അവിടെ തന്നെ അത് തന്നെ ആ റേഞ്ച് തന്നെ മതിയെന്ന് വിചാരിക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. OK കൊടുക്കുന്നു. ആ റേഞ്ച് മാറി. ഇനി ഏതെങ്കിലും റേഞ്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. CDE എന്നുള്ളത് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അത് സെലക്ട് ചെയ്യുക. ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വാർണിംഗ് മെസ്സേജ് വരും. OK കൊടുത്താൽ അത് ഡിലീറ്റ് ആവും. വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. OK കൊടുക്കുന്നു. അതോടുകൂടി 3 റേഞ്ചുകളായിട്ട് ചുരുങ്ങി. ഡയലോഗ് ബോക്സ് താഴെ കാണുന്ന ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ കൊടുത്ത വീണ്ടും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റീനെയിം ചെയ്തതും പുതുതായി കൊടുത്തതും ഒക്കെ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ കാണാം. ഇനി മറ്റൊരു കാര്യം നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ളത് താഴെ കാണുന്ന ഷീറ്റുകളാണ്. ഒരു വർക്ക് ബുക്കിനകത്ത് കാണപ്പെടുന്നതാണ് ഷീറ്റുകൾ കൂടി ചേർന്നാണ് ഒരു വർക്ക് ബുക്ക് ഉണ്ടാവുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ തുറന്നിരിക്കുന്ന വർക്ക് ബുക്കാണ്. അതിൽ ഒന്നിൽ കൂടുതൽ ഷീറ്റുകൾ ഉണ്ടായിരിക്കും. ഈ ഷീറ്റുകളെ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ഷീറ്റുകളാക്കി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടെ ഷീറ്റ് 6, ഷീറ്റ് 7 ഇങ്ങനെ ആഡ് ചെയ്യാം. ഇനി ഇവിടെ ഇപ്പം തുറന്നു നോക്കിയപ്പോൾ 5 ഷീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അത് ഡീഫോൾട്ടായി സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് 5 ഷീറ്റ് എന്ന് കണ്ടത്. നമുക്ക് സ്ഥിരമായി തുറക്കുമ്പോൾ 5ൽ കൂടുതൽ ഷീറ്റ് വേണം, അല്ലെങ്കിൽ 3 ഷീറ്റ് മതി. എങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെ ആ സെറ്റിംഗ്സിൽ ഒരു മാറ്റം വരുത്തണം. അതിനായി ഫയൽ മെനു ക്ലിക്ക് ചെയ്ത് ഇവിടെ താഴെ കാണുന്ന ഓപ്ഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് വരുന്നു. അതിന്റെ ജനറൽ ടാബ് എടുക്കുക. വെൻ ക്രിയേറ്റിംഗ് ന്യൂ വർക്ക് ബുക്ക് എന്ന് കാണാം. അവിടെ 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. ഈ വർക്ക് ബുക്ക് തുറക്കുമ്പോൾ ഡീഫോൾട്ടായി നമുക്ക് ഇവിടെ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. 11 എന്നുള്ള ഫോണ്ട് സൈസ് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഈ വ്യൂവിൽ മാറ്റം വരുത്താം. ഈ 5 എന്നുള്ളത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. കൂട്ടണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 10 വേണമെങ്കിൽ 10 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് OK ബട്ടൺ പ്രസ് ചെയ്യുക. ഇതോടുകൂടി അടുത്ത പ്രാവശ്യം എക്സൽ തുറക്കുമ്പോൾ നമ്മൾ 10 കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 10 ഷീറ്റുകളായിരിക്കും കാണിക്കുക. ഇനി കൂടുതൽ ഷീറ്റുകൾ ഉണ്ട് എന്ന് വിചാരിക്കാം. കൂടുതൽ ഷീറ്റുകൾ ഉണ്ടാവുന്നതിനനുസരിച്ച് ഇവിടെ ഷീറ്റ് ഹൈഡ് ചെയ്യപ്പെടും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കതിനെ കാണാം. ഈ അറ്റത്തേക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ 3 കുത്തുകൾ കാണാം.
അതിനെ ഡ്രാഗ് ചെയ്ത് അതിനെ ചെറുതാക്കുകയോ വലുതാക്കുകയോ ഒക്കെ ചെയ്യാം. സ്ക്രോൾ ബാർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൂടുതൽ ഷീറ്റുകൾ ദൃശ്യമാക്കാം. ഇനി അതല്ല, നമുക്ക് കുറേ ഷീറ്റുകളുണ്ട്. അപ്പോൾ ഒരു ഷീറ്റിൽ നിന്ന് പെട്ടെന്ന് മറ്റൊരു ഷീറ്റിലേക്ക് മൂവ് ചെയ്യണം. നമ്മളിങ്ങനെ നീക്കി ഒന്ന് തിരഞ്ഞ് കളിക്കേണ്ട. ഇവിടെ ലെഫ്റ്റ് ബോട്ടം കോർണറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഒരു വിൻഡോ തുറന്നു വരുന്നു. അതിനകത്ത് എല്ലാ ഷീറ്റുകളുടെയും ലിസ്റ്റ് ഉണ്ടായിരിക്കും. നമുക്കത് ഇഷ്ടമുള്ളതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഒന്നാമത്തെ ഷീറ്റ് ക്ലിക്ക് ചെയ്ത് 11ാമത്തെ ഷീറ്റിൽ നിന്ന് ഇവിടെ ഓക്കെ കൊടുത്താൽ അത് 1ാമത്തെ ഷീറ്റിലേക്ക് ജമ്പ് ചെയ്യും. ഇനി ഷീറ്റുകളെ നമുക്ക് ഒരു ഷീറ്റിനകത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഇതേ ഷീറ്റ് തന്നെ നമുക്കൊരു കോപ്പി എടുക്കണം. അങ്ങനെ കോപ്പി എടുക്കണമെങ്കിൽ നമ്മളവിടെ കൺട്രോൾ ബട്ടൺ അമർത്തി പിടിച്ച് ആ ഷീറ്റ് സെലക്ട് ചെയ്ത ശേഷം കൺട്രോൾ പ്രസ് ചെയ്ത് ഇതിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. ഇവിടത്തേക്ക് ഡ്രാഗ് ചെയ്താൽ ഇവിടെ ഷീറ്റ് 1 of 2 എന്ന് കാണാം. എന്ന് വെച്ചാൽ ഒരേ പേരിൽ 2 ഷീറ്റ് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത്. ഇത് നമുക്ക് ആവശ്യാനുസരണം റീനെയിം ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഷീറ്റിനെ നമുക്കൊന്ന് മൂവ് ചെയ്യണം അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ കൺട്രോൾ ബട്ടൺ ആണ് അമർത്തി പിടിച്ചത്. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത ശേഷം ഇതേപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇവിടെ കൊണ്ടുപോയിടാം. അത് ഷീറ്റ് 1ന് ശേഷമായി വന്നു. ഏതൊരു ഷീറ്റിനെയും നമുക്ക് എവിടത്തേക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യാം. 1ാമത്തെ ഷീറ്റിനെ നമുക്ക് ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഷിഫ്റ്റ് ബട്ടൺ ഷീറ്റ് സെലക്ട് ചെയ്യാം. ഷിഫ്റ്റ് ബട്ടൺ അമർത്തി പിടിച്ച ശേഷം ക്ലിക്ക് ആൻഡ് ഡ്രാഗ് എന്നിട്ട് ഇഷ്ടമുള്ള സ്ഥലത്ത് എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ടുപോയിടാം. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് 5ാമത്തെ ഷീറ്റ് സെലക്ട് ചെയ്ത ശേഷമാണ് ഈ ന്യൂ ഷീറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ അതിന് ശേഷമാണ് പുതിയൊരു ഷീറ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഷീറ്റ് 1 ഷീറ്റ് 2 എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഷീറ്റിന് പേരുകൾ കൊടുക്കാൻ പറ്റും. അതിന് നമ്മളിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ആവുമ്പോൾ ABC എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നമ്മൾ എന്താണോ ഫംഗ്ഷൻ അതിനനുസരിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ABC എന്ന് കൊടുത്ത് എൻ്റർ കീ അമർത്തുക. ഷീറ്റ് 2 റീനെയിം ചെയ്യണമെങ്കിൽ XYZ എന്ന് കൊടുത്ത് നമുക്ക് റീനെയിം ചെയ്യാം. ഇനി നമുക്ക് നോക്കാം, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ABC XYZ എന്ന് മാറി വന്നിട്ടുണ്ട്. ഓക്കെ കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് ജമ്പ് ചെയ്യാം. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ്. ഇനി വഴിയെ നമുക്ക് ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെയല്ലാതെ നമുക്ക് ഷീറ്റിനെ മൂവ് ചെയ്യാനും റീനെയിം ചെയ്യാനും ഷീറ്റ് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന മെനുവിനെ കോണ്ടെക്സ്റ്റ് മെനു എന്നാണ് പറയുക. ഇത് ഷീറ്റിനെ സംബന്ധിച്ചുള്ള കോണ്ടെക്സ്റ്റിനനുസരിച്ചുള്ള മെനു ആണ് ഇവിടെ വരിക. സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ സെല്ലിന്റെ കോണ്ടെക്സ്റ്റ് മെനു വരും. അതുകൊണ്ടാണ് ഇതിന് കോണ്ടെക്സ്റ്റ് മെനു എന്ന് പറയുന്നത്. ഇവിടെ ABCയിൽ വെച്ച് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, മൂവ് ഓർ കോപ്പി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്നു, ഒരു ഡയലോഗ് ബോക്സ് വരുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് ഇതിനെ മൂവ് ചെയ്യാം. അതല്ല കോപ്പിയാണ് വേണ്ടതെങ്കിൽ നമുക്ക് ABCക്ക് ശേഷം നമുക്കൊരു ABCയുടെ കോപ്പി വേണമെങ്കിൽ ബിഫോർ ഷീറ്റ് എന്ന് കാണുന്നു. അപ്പോൾ XYZന്റെ മുമ്പായി ഇവിടെ ക്രിയേറ്റ് കോപ്പി ക്ലിക്ക് ചെയ്ത് ഓക്കെ അമർത്തുന്നതോടുകൂടി ABCയുടെ മറ്റൊരു പതിപ്പ് കൂടി നമുക്കുണ്ടാവുന്നു. നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ ഒരേ കോപ്പി തന്നെ വേണം, എന്നിട്ട് ചെറിയ ചേഞ്ചസ് നമുക്ക് അതിൽ വരുത്താം. ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കൂടുതൽ കാര്യങ്ങൾ ഇനിയും നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഓരോ കാര്യങ്ങളും ഇനിയുള്ള വീഡിയോകളിൽ ചെറിയ ചെറിയ വീഡിയോകളിൽ നമ്മൾ വിശദീകരിക്കുന്നതാണ്. അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക. താങ്ക് യു വെരി മച്ച്.